ഇന്ന് പോകുന്നത് ഈ സ്ഥലത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണാം പൂക്കളൊക്കെ ആയിട്ടുള്ള ഭാഗം. അവിടെയാണ് ആൽബർട്ട് പാർക്ക്. നിറയെ പൂക്കളും പുൽത്തകിടിയും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. കാണുന്നതാണ് ഡർമൻ മ്യൂസിയം. അതിനകത്തേക്ക് പോകണോ വേണ്ടേന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് ഞങ്ങൾ പാർക്കിലേക്ക് തന്നെയാണ് കയറിയത്. ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് പാർക്ക്. പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ഓർമ്മയ്ക്കായി ശവകുടീരങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തരുടെ പേരും അവർ മരിച്ച വർഷമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് സത്യത്തിൽ ഈ ഭാഗങ്ങളൊക്കെ. ആ കാണുന്നതാണ് പാർക്കിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ഈ കാണുന്നതും ഒരു സ്മാരകം തന്നെയാണ് കേട്ടോ. അവിടെ ആരൊക്കെയോ പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. കൃത്യമായ ചരിത്രങ്ങളൊന്നും അറിയില്ലെങ്കിലും ഒരു നിമിഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. നമ്മൾ പാർക്കിലേക്ക് കയറുകയാണ്. എൻട്രൻസ് ഗേറ്റ് കടന്നാൽ അവിടെയും ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവരുടെ സോൾജേഴ്സിൻ്റെ മെമ്മറിയാണ്. ഓരോ വ്യക്തികളുടെയും പേരും അവരുടെ സർവീസ് എന്താണെന്നുള്ളതൊക്കെ അതാത് സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഏതാണ്ട് 30 ഹെക്ടറോളം പരന്നു കിടക്കുന്ന അതിവിശാലമായ ഒരു പാർക്കാണ് ആൽബർട്ട് പാർക്ക്. ഈ മുൻവശത്തും ഗേറ്റ് കടന്ന ഭാഗത്തും മാത്രമാണ് ഈ സോൾജേഴ്സിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതും അതൊക്കെ അവരുടെ ബോർഡും സൈൻ ബോർഡുകളും എല്ലാം ഉണ്ട് അവിടെ. ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനും സ്കേറ്റിംഗ്
ഉന്നത്തിനൊക്കെ ഉള്ള സ്ഥലങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. ഇത്രയും സ്ഥലം വരെയാണ് ഈ മെമ്മറികളൊക്കെ ഉള്ളത്. സോൾജേഴ്സിൻ്റെ മെമ്മറികളുള്ള സ്ഥലം ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പാർക്ക്. ഈ ഓട്ടം വട്ടിളകിയിട്ടൊന്നല്ല കേട്ടോ. ഞാൻ പണ്ടെന്നോ വരച്ചൊരു പെയിൻറ്റിങ്, അത് കൺമുന്നിൽ കണ്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം കൊണ്ടുള്ള ഓട്ടമായിരുന്നു അത്. എനിക്ക് ശരിക്കും അതിശയം തോന്നി. ഇത് മുമ്പെപ്പോഴും ഞാൻ വരച്ചിട്ടുള്ളതാ. അവിടെ ഇങ്ങനെ എത്തിപ്പെടുന്നോ, എവിടെയെങ്കിലും കണ്ട ചിത്രം നോക്കി വരച്ചതാണോ എന്നൊന്നും ഓർമ്മയില്ല. പക്ഷേ ശരിക്കും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഇതേപോലെ നടുവിലൊരു വഴി, ചുറ്റും മരങ്ങൾ, വിശാലമായ പുൽത്തകിടി, അതിനറ്റത്തൊരു ലേക്ക്, അതൊക്കെയാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഈ മരങ്ങളുടെ ഇലകൾക്ക് ഉള്ള നിറവ്യത്യാസം പോലും ഇതേപോലെ തന്നെയാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ പെയിൻറ്റിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു, പക്ഷെ അത് നാട്ടിലായിപ്പോയി. ഇലകൾ ഇങ്ങനെ ഒരു റെഡ് കളറിൽ പൊഴിഞ്ഞ് കിടക്കുകയാണ്. ലേക്കിൽ നിറയെ താറാവുകളും വലിയ അരയന്നൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാവ് അപ്പൂസിൻ്റെ അടുത്തേക്ക് വന്നതാ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. കാറ്റും വെയിലും മരങ്ങളുടെ അടിയിൽ നിൽക്കുമ്പോഴുള്ള തണുപ്പും എല്ലാം കൂടി നല്ല രസകരമായൊരു കാലാവസ്ഥയായിരുന്നു. ഓരോ യാത്രയും ഓരോ സുന്ദര കാഴ്ചകളും നമ്മെ മാറ്റി മാറ്റി എഴുതുന്നു എന്ന് എവിടെയോ വായിച്ചത് ഓർമ്മ വരികയാണിപ്പോൾ. നല്ല ഭംഗിയുള്ള തടാകം, ഒത്തിരി താറാവുകളും വലിയ അരയന്നങ്ങളും ഉണ്ടതിൽ. അപ്പൂസ് വീഡിയോ എടുക്കുമ്പോഴും നന്നായി പാടുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് പാടിക്കൊണ്ടാണ് അപ്പു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം കൊത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ കുഴപ്പമുണ്ടായില്ല. അടുത്ത് വന്ന് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ നീന്തിപ്പോയി. പുഴയറിയാതെ പതിയെ പതിയെ നീന്തുന്ന അരയന്നങ്ങൾ ശരിക്കും പ്രകൃതിയെ അങ്ങോട്ട് പ്രണയിച്ച് പോകും കേട്ടോ, ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ. വിജനമായ വഴിയിലൂടെ ആരോടൊന്നില്ലാതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കണം. പാട്ടുപാടിയും തുള്ളിക്കളിച്ചും ആരും കാണാനില്ലല്ലോ. അങ്ങനെ പ്രകൃതിയുടെ ഭംഗിയുള്ള അന്തരീക്ഷവും നിറ കാഴ്ചകളും മതി വരുവോളം ആസ്വദിക്കാൻ പറ്റിയൊരു നല്ല ദിവസം. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ഇത്തരം കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളിലും നമുക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാം. അങ്ങനെ സന്തോഷിച്ച കുറേ നിമിഷങ്ങളായിരുന്നു.
ബാല്യം ഇറങ്ങിപ്പോയ വഴികളിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് യാത്ര ചെയ്യാന്നേ. അതിനിപ്പോൾ എന്താ ഒരു തടസ്സം? കിട്ടുന്ന നിമിഷങ്ങൾ പരമാവധി എൻജോയ് ചെയ്യാം, അത്രയേ ഉള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ അങ്ങോട്ട് പിന്തുടരാം. അപ്പോൾ ആൽബർട്ട് പാർക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.